അങ്ങനെ കലോത്സവം കൊല്ലത്ത് പിടിപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്കൊന്ന് പോകാം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളോടെ കലോത്സവ ആരവങ്ങളിൽ അമർന്ന് കൊല്ലം 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലാമേള രക്ഷിതാക്കളുടെ മത്സരമല്ലെന്ന് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. വിധികർത്താക്കൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരള വിഷൻ ന്യൂസിനോട്. മത്സരങ്ങളുടെ നടത്തിപ്പിൽ സമയകൃത്യത പാലിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ കലോത്സവത്തിന്റെ മാറ്റുകുറയില്ലെന്നും ധനമന്ത്രി. കലോത്സവ വേദിയിലെ കേരള വിഷൻ താൽക്കാലിക സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പ്. ജസ്നയുടെ തിരോധാനത്തിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ലെന്ന് CBI. ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല. മരിച്ചതായി സ്ഥിരീകരിക്കാൻ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും CBI റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിൽ തുടർചലനങ്ങൾ. കള്ളക്കടത്ത് ഓഫീസ് പ്രധാനമന്ത്രിയുടേതെന്ന് തിരിച്ചടിച്ച MP ഗോവിന്ദൻ മാസ്റ്റർ. മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാകില്ലെന്ന് K മുരളീധരൻ. പ്രധാനമന്ത്രിക്ക് വേണ്ടി ആൽമരം മുറിച്ചതിൽ സംഘർഷം. ഏറ്റുമുട്ടി യൂത്ത് കോൺഗ്രസും BJPയും. രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ പേര് മാറ്റി ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നറിയപ്പെടുമെന്ന് കോൺഗ്രസ്. യാത്രയിൽ അരുണാചൽ പ്രദേശം ഉൾപ്പെടുത്തി. YSR കോൺഗ്രസ് നേതാവ് ഷർമിള കോൺഗ്രസിൽ ചേർന്നു. കേപ്പ് ടൗൺ ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ദക്ഷിണാഫ്രിക്കയെ 7 വിക്കറ്റ് തോൽപ്പിച്ചു. പരമ്പര സമനിലയിൽ അവസാനിച്ചു. ബിരുദ വിദ്യാർത്ഥിനി ജസ്ന മറിയ ജെയിംസ് തിരോധാന കേസിലെ CBI റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല. മരിച്ചതായി